ഓക്കെ, നിങ്ങളെല്ലാവരും വീഡിയോയുടെ ടൈറ്റിലോ അല്ലെങ്കിൽ തംബ്നെയിലോ കണ്ടിട്ടായിരിക്കും വീഡിയോ ക്ലിക്ക് ചെയ്തേക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ള ടോപ്പിക് അത് തന്നെയാണ്. ഹൂ ആർ യു എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അറിയണം നിങ്ങൾ എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി അങ്ങനെ വിളിക്കാം. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്താണെന്നത് മനസ്സിലാവും. അതിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് എന്താണ് ലൈഫിൽ എന്നുള്ളത് അറിയണം. ഇപ്പം എനിക്കറിയാം ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ എനിക്ക് അത്യാവശ്യം കൂടുതൽ റിസർച്ച് എടുക്കേണ്ടി വന്നു. ബിക്കോസ് ഇതങ്ങനെ പെട്ടെന്ന് ഒന്നും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ കുറച്ച് നാൾക്ക് മുന്നേ ചെയ്യാമെന്ന് വിചാരിച്ച ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഞാൻ ഇതിനെ മാറ്റി ഇപ്പം കുറച്ചേറെ റിസർച്ചും കാര്യങ്ങളും എടുത്തതിന് ശേഷമാണ് ഞാൻ നേരെ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ റെഡിയായി എന്നുള്ളൊരു കേപ്പബിലിറ്റി എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ക്രെഡിബിലിറ്റി അറിയണമല്ലോ. അതുകൊണ്ട് ഞാനിത് റെഫർ ചെയ്ത ബുക്സ് എന്ന് പറയുന്നത് പകുതിയും എൻ്റെ സബ് കോൺഷ്യസിലും വന്ന കുറേ തോട്ട്സും കാര്യങ്ങളും അതിനകത്ത് നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 2 ബുക്സ് എന്ന് പറയുന്നത് എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവറിത്തിങ് ബൈ ബില്ലി ബ്രൈസ്, അതാണെങ്കിൽ അതും പിന്നെ രണ്ടാമത് സബ് കോൺഷ്യസ് മൈൻഡ്, ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്, ജോസഫിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ 2 ബുക്സാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ എൻഫോഴ്സ് ചെയ്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബുക്ക് തർജിമേറ്റ് ചെയ്യുക അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിനകത്ത് ഞാൻ അല്ലാതെ റെഫർ ചെയ്ത കുറേ കാര്യങ്ങളോട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു ചോദ്യത്തെ തന്നെ ആദ്യം ഞാൻ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹൂ ആർ യു എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേര് പറയാം. ഇപ്പം എന്നോട് ഒരാൾ ഹൂ ആർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാം മൈ നെയിം ഇസ് ബിജിൻ, അല്ലെങ്കിൽ ഐ ആം ബിജിൻ എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കും പറയാം. പക്ഷേ ഒരു ഇൻസൈഡിലേക്ക് നോക്കുമ്പോൾ ഹൂ ആർ യു അല്ലെങ്കിൽ ഹൂ ഐ ആം എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങളോട് തന്നെ ചോദിക്കാം. അതായത് ഹൂ ഐ ആം, അതിൻ്റെ കൂട്ടത്തിലൊരു ചോദ്യം ചോദിക്കാം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ് എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ അവിടെ കുറച്ചുകൂടെ ഒരു ഫിലോസഫി രീതിയിലേക്ക് വന്നു. അപ്പം ആ ഒരു ഇൻഡെപ്തിലേക്ക് ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണത്. അപ്പം റിയലി ആ ചോദ്യങ്ങൾ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? എന്താണ്, അല്ലെങ്കിൽ ഹൂ ആർ യു, അല്ലെങ്കിൽ ഹൂ ഐ ആം, ആരാണ് നമ്മൾ, അല്ലെ ആരാണ് നിങ്ങൾ എന്ന് ചോദിക്കുന്നതിനേക്കാളും നിങ്ങളോട് തന്നെ ചോദിക്കുക ഹൂ ഐ ആം, ആരാണ് ഞാൻ. അപ്പം ഞാൻ എന്ന് പറയുന്ന ഞാൻ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ എക്സാമ്പിൾ എടുക്കുക, ഞാൻ എന്ന് പറയുന്ന ഒരാൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, നിങ്ങൾ അപ്പുറത്തെ സൈഡിൽ നിങ്ങൾ കാണുന്നു. നമ്മൾ രണ്ട് എൻറ്റിറ്റിയാണ്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നിങ്ങളത് കൺസ്യൂം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. അതായത് സെയിം നീഷിൽ തന്നെ പോകുന്ന രണ്ട് ലെവൽ ഓഫ് എൻറ്റിറ്റീസാണ് നമ്മളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹ്യൂമൻ ബോഡീനെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ എന്തുകൊണ്ട് ഞാൻ ആ ഒബ്ജക്റ്റിനെ എടുത്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്, ഇതൊരു ഒബ്ജക്റ്റാണ്, ഇതൊരു പെന്നാണ്, ഇതൊരു ഒബ്ജക്റ്റാണ്. അപ്പം ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ ഞാൻ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. അത് ഒന്നാമത്തത് നമ്മുടെ ഫിസിക്കൽ ബോഡിയും രണ്ടാമത്തത് നമ്മുടെ മൈൻഡ്. ഓക്കെ, ആദ്യമേ ഞാൻ ഈ ഫിസിക്കൽ ബോഡിയെ പറ്റി എന്തുകൊണ്ട് ഞാൻ ഇതിനെ 2ആയിട്ട് തിരിക്കുന്നു എന്ന് ഞാൻ പറയാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൂ ആർ യു എന്ന് ചോദിക്കുമ്പോൾ, അല്ലെ ഹൂ ഐ ആം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആകെ പറയാൻ പറ്റുന്ന ആൻസർ എന്ന് പറയുന്നത് ഐ ആം ബിജിൻ, അല്ലെ ഐ ആം വാട്ട്, നിങ്ങളുടെ പേരെന്താണോ അത് എന്നുള്ളതാണ്. പക്ഷേ വാട്ട് ആർ യു, എന്താണ് നിങ്ങൾ എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്കവിടെ പറയാനുള്ളത്. ഇപ്പം എന്താണ് ഇപ്പം ചോദിക്കുമ്പോൾ ഈ പെന്ന് വാട്ട് ഈസ് ദിസ് ഒബ്ജക്റ്റ് ചോദിക്കും, ഇതൊരു പെന്നാണ്. ഈ പെന്നിനകത്ത് എന്തുണ്ട്, അല്ലെങ്കിൽ ഈ പെന്ന് മെയ്ഡ് ഓഫ്, ഇതിനകത്ത് റിഫില്ലറുണ്ട്, അതേപോലെ ഇതിൻ്റെ ക്യാപ്പുണ്ട്, ഇതിൻ്റെ നിബുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഞാൻ എന്നുള്ളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് മെയിൻലി 2 കമ്പോണൻസ് കൊണ്ടാണ്, സ്പിരിറ്റും അതേപോലെ തന്നെ എൻ്റെ ബോഡി. ഓക്കെ, ഹ്യൂമൻ ബോഡി. ഞാൻ ഈ ഹ്യൂമൻ ബോഡീനെ പറ്റി സെഗ്രിഗേറ്റ് ചെയ്ത് ഓരോ ഓർഗൻസ് അങ്ങനെ പറയുന്നില്ല. ഞാൻ പെട്ടെന്നൊരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ സ്പിരിറ്റ് അല്ലെങ്കിൽ സോൾ, എൻ്റെ സോളും എൻ്റെ ഫിസിക്കൽ നേച്ചറും. അപ്പം ഞാൻ എന്ന് പറയുമ്പോൾ ബിജിൻ എന്ന് പറയുന്ന ഒരാൾ ലിറ്ററലി ഇത് 2 സംഭവത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അതായത് എൻ്റെ മൈൻഡും എൻ്റെ ഫിസിക്കൽ നേച്ചറും. അപ്പം ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എൻ്റേത് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഹ്യൂമൻ ബോഡി ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി മാത്രമായിരിക്കും നിങ്ങളുടേതായിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്കിപ്പോൾ ലക്ഷറി കാർ ഉണ്ടാകാം, ലക്ഷറി ബൈക്ക് ഉണ്ടാകാം, ലക്ഷറി വീടുണ്ടാകാം, ഇനിയിപ്പോൾ നിങ്ങളുടെ ഫോൺ, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ സ്വന്തമാണ് എന്ന് നിങ്ങൾ പറയുന്നതെല്ലാം നിങ്ങൾ ഈ ഭൂമി ജനിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങളാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ
നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന സംഭവം എന്ന് പറയുന്നത് ഈ രണ്ട് സംഭവങ്ങളാണ്. അതായത് ഞാൻ എന്ന് പറയുമ്പോൾ ആകെപ്പാടെ നമുക്ക് പറയാൻ കിട്ടുന്നത് ഈ രണ്ട് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്നുള്ള ഒരു ഒബ്ജക്റ്റിനെ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിനെ ആ ഒരു രണ്ട് രീതിയിൽ മാത്രമാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. അപ്പം ആ ഒരു ചോദ്യത്തെ ഞാൻ കൺവേർട്ട് ചെയ്ത് വാട്ട് ആർ യു എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് ഞാൻ മാറ്റി അതിൻ്റെ റീസൺ എന്താണ് എന്ന് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കണം. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ? അതായത് ഇപ്പം നമുക്ക് പണ്ട് മുതലേ, അല്ലെങ്കിൽ നമ്മൾ ജനിക്കുമ്പോഴേ കിട്ടുന്ന ഒരു സ്വഭാവമാണ് എൻ്റേത് എന്ന് പറയുന്നത്. അതായത് നമുക്കെല്ലാം ഇപ്പം ഞാനൊരു പൈസ കൊടുത്തൊരു ഫോൺ മേടിച്ചാൽ, അല്ലെങ്കിൽ വണ്ടി മേടിച്ചാൽ, കാർ മേടിച്ചാൽ അത് എൻ്റേതാകുകയാണ് ചെയ്യുന്നത്. എൻ്റേത് ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 150 വർഷം മുന്നേ ജീവിച്ച പല ആൾക്കാരുടെ സാധനങ്ങളും ഇപ്പം വേറെ ആൾക്കാരുമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രോപ്പർട്ടി ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, വണ്ടി ആയിക്കോട്ടെ, എന്താണെങ്കിലും ഐ മീൻ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി നോക്കുമ്പോൾ എൻ്റേത് എന്ന് പറയുന്നത് നമുക്ക് ആകെ ഉള്ളത് നമ്മുടെ ബോഡി മാത്രമാണുള്ളത്. ബോഡി പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സ്പിരിച്വലും, അതിനെപ്പറ്റി ഞാൻ രണ്ടാമത് പറയാം. അപ്പം അതാണ് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി എന്താണ് ബോഡി എന്ന് പറയുന്നൊരു സംഭവം? നിങ്ങൾക്കറിയാം, നമ്മളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ചെയ്യാനായിട്ട് കേപ്പബിലിറ്റി, അല്ലെങ്കിൽ നമ്മൾ എന്ത് തീരുമാനം എടുത്താലും, ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം എന്ന് ഞാൻ ഒരു കോമയിൽ കിടക്കുന്ന എക്സാമ്പിളാണ്, ഒരു കോമയിൽ കിടക്കുന്ന ഞാനായിരുന്നു, എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് എൻ്റെ ബോഡിയും അതിന് കേപ്പബിൾ ആകണം ചെയ്യണമെങ്കിൽ. ഇപ്പം നിങ്ങൾ എന്ത് കാര്യം, നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പ് തുറന്ന് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ ആ കാര്യം ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ മെൻ്റലി നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അത് ആപ്ലിക്കബിൾ ആക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഹ്യൂമൻ ബോഡിയാണ്. അപ്പോൾ എന്തൊരു ആക്ഷൻ നിങ്ങൾ ചെയ്താലും അതിന് ഇത് ഒരേപോലെ വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പം ബോഡി എന്നുള്ളൊരു സംഭവം ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ മൈൻഡ് പറയുന്നത് എന്താണോ അത് ചെയ്യാനായിട്ട് എന്താണ് പ്രേരിപ്പിക്കപ്പെട്ട ഒരു സാധനം, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തൊരു സംഭവം എന്നാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ് നിർത്തിയിട്ട് ഞാൻ ആ ബോഡി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ട് അടുത്ത ഏരിയയിലേക്ക് വരുവാണ്, മൈൻഡ്. അല്ലെങ്കിൽ ഞാൻ സ്പിരിറ്റ് എന്നാണ് ഉദ്ദേശിച്ചത് ആദ്യമേ, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്നുള്ള രീതി വിളിച്ചിട്ടല്ല ഞാൻ അതിനെ ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം, സോളെന്ന് വിളിക്കാം. ഞാൻ ഇതിനെ മൈൻഡായിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മൈൻഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ സോളിനെ, നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ അതിനെ വിളിക്കാം, ഇന്നർ സോൾ. ഓക്കെ, അതിനെ സ്പിരിറ്റ് എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി എന്താണെന്ന് വെച്ചാൽ കൺസിഡർ ചെയ്യാം. ഞാനിവിടെ മൈൻഡ് എന്നാണ് ഇതിനകത്ത് എഴുതിയിട്ടേക്കുന്നത്. ഞാനെങ്കിൽ സ്പിരിറ്റ് കൊടുത്തു, സോൾ കൊടുത്തു, മൈൻഡ് കൊടുത്തു, അവർ സെൽഫ് കൊടുത്തു. ഇതെല്ലാം എന്താണ്, ഞാനെന്ന് പറയുന്ന ഒരു പേഴ്സൻ്റെ ഇൻസൈഡിലുള്ള, ഐ മീൻ ബോഡിയല്ല, ഇപ്പം ബോഡിക്ക് വെളിയിലുള്ള അല്ലെങ്കിൽ അകത്തുള്ള എന്താണെന്ന് വേണമെങ്കിൽ വിളിക്കാം, ആ ഒരു സംഭവത്തെയാണ്. അപ്പം മൈൻഡ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ബോഡി എക്സ്പ്ലെയിൻ ചെയ്ത പോലെ പെട്ടെന്ന് അത് ക്ലീനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും ഞാൻ ഹ്യൂമൻ ബോഡിയുടെ അനാട്ടമി ലെവലല്ല ഉദ്ദേശിക്കുന്നത്. അനാട്ടമി ലെവൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ കുറേ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ പറയുന്നത് നമ്മളെപ്പറ്റി അറിയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് നമ്മുടെ മൈൻഡിനെ പറ്റിയാണ്. അപ്പം എന്താണ് മൈൻഡ്? ഈ മൈൻഡിനെ പറ്റി പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് 2 ടൈപ്പ് ഓഫ് മൈൻഡാണ് നമുക്കുള്ളത്. ഒന്ന് കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പം കോൺഷ്യസ് മൈൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ഞാനെങ്കിൽ കോൺഷ്യസ്ലി ചിന്തിച്ചിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം, അതിനുള്ള റെഫർ ചെയ്യുന്നു, അതിനുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു. അല്ലെ ഇപ്പം നിങ്ങൾ ട്രേഡിങ് പഠിക്കാൻ വേണ്ടി പോകണം, നിങ്ങൾ ട്രേഡിങ് പഠിക്കാൻ വേണ്ടിയിട്ട് കോൺഷ്യസ്ലി നിങ്ങൾ അതിനുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു, ജേർണൽ ചെയ്യുന്നു, ട്രേഡ് ചെയ്ത് നോക്കുന്നു. ഇതെല്ലാം നിങ്ങൾ കോൺഷ്യസ്ലി ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്താണ് അപ്പോൾ സബ് കോൺഷ്യസ്ലി അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അവിടെ? സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും എത്രത്തോളം പവർഫുള്ളാണ് എന്നുള്ളത് നിങ്ങൾ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്താണോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അത് ഇൻഡയറക്റ്റ്ലി അല്ലെ ഡയറക്റ്റ്ലി തന്നെ നമ്മളെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും, കോൺഷ്യസ് മൈൻഡിൽ ഇമ്പാക്റ്റ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ടാസ്ക് നിങ്ങളെ ഏൽപ്പിക്കുമെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. നിങ്ങൾക്കത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ നിങ്ങൾ പെട്ടെന്ന് തന്നെ പറയുകയാണ്, എനിക്കത് ചെയ്യാൻ വയ്യ, എനിക്ക് യുവർ ഇന്നർ തോട്ട്, അതായത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലും നിങ്ങൾക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ സബ് കോൺഷ്യസ്ലി നിങ്ങൾക്കത് ചെയ്യാനൊരു താല്പര്യമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? അത് ആ ഒരു രീതിയിൽ നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യണം. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ്ലി നിങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളൊരു ലേസിയായി മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻസ് ഇല്ലാതായിക്കൊണ്ടിരിക്കും. അപ്പം ഇതൊരു ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേസമയം നമ്മൾ
സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ അല്ലെങ്കിൽ കോൺഷ്യസ്ലി മനസ്സിലാക്കിയിട്ട് ഇനി ഞാൻ നെക്സ്റ്റ് എന്ത് കാര്യം വന്നാൽ തന്നെയും ഞാൻ ആദ്യം തന്നെ പറയുന്നത് യെസ് ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവത്തിലായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്യും. സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് കൺട്രോൾ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്യുന്നത്? അവിടെയാണ് ഏറ്റവും വലിയൊരു ഫാക്റ്റ്. ഇതിനെപ്പറ്റി ഞാൻ സംസാരിക്കണോ വേണ്ടായോ എന്ന് 2, 3, 4 കുറേ വട്ടം ഞാൻ ചിന്തിച്ചിട്ടാണ് ഈ ഒരു ഏരിയയിലേക്ക് വരുന്നത്. അപ്പം ഈ ഒരു ഏരിയ ഞാൻ പറയുന്നത്, ഇത്രയും നേരം വീഡിയോ കണ്ടിട്ടുള്ള ആരെങ്കിലും മാത്രമേ ഈ ഒരു ഏരിയയിലേക്ക് കടക്കത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് വീഡിയോയുടെ ഒരു പകുതി കഴിഞ്ഞതിന് ശേഷം മാത്രം ഞാൻ ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പ്രോബ്ലം സോൾവിനെ പറ്റിയുണ്ട്. പക്ഷേ അതിന് മുന്നേ ഞാൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു കുറച്ച് ക്യാരക്ടർ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ലൂസിഡ് ഡ്രീമിങ്ങിനെ പറ്റിയാണ്. ഇത് ഞാൻ എൻ്റെ മെൻറ്റർഷിപ്പിൻ്റെ ക്ലാസ്സിൽ ഞാനെങ്കിൽ കോൺഷ്യസ് മൈൻഡിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്താണ് ലൂസിഡ് ഡ്രീമിങ്, അല്ലെ എന്താണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ലൂസിഡ് ഡ്രീമിങ് എങ്കിലും ചെയ്തിട്ടുണ്ടാകുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ലൂസിഡ് ഡ്രീമിങ്ങിനെ പറ്റി അറിയാവുന്ന ഒരാളായിരിക്കണം. ആരും ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ഒരു മനുഷ്യനെ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഞാൻ അതിനെപ്പറ്റി ഡെപ്തിലേക്ക് പോകുന്നില്ല. കാര്യം നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫോർമേഷൻസ് വേണമെങ്കിൽ കളക്ട് ചെയ്യാം, വിച്ച് ഐ ഡോണ്ട് റെക്കമെൻഡ്. ഞാൻ എഗെയിൻ പറയുന്നു, ഡിസ്ക്ലൈമർ, ഇതൊരിക്കലും ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നൊരു സംഭവമല്ല. പക്ഷേ ഇതിന് നെഗറ്റീവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് അറിയാൻ പറ്റും ദ കേപ്പബിലിറ്റി ഓഫ് യുവർ മൈൻഡ് എന്നുള്ളൊരു സംഭവം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറയുന്നത്, ടോക്കിംഗ് ടു യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. എങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് സംസാരിക്കാം. കാര്യം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ എക്സാമ്പിൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഡ്രീം ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന കാര്യങ്ങളെല്ലാം മോസ്റ്റ്ലി സബ് കോൺഷ്യസ് മൈൻഡിലാണ്. കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ, നിങ്ങൾ ചിലപ്പോൾ ഒരു സ്റ്റോറി ആയിരിക്കും കാണുന്നത്. പക്ഷേ നിങ്ങൾ പെട്ടെന്ന് എണീറ്റ് കഴിഞ്ഞാൽ, പെട്ടെന്ന് നിങ്ങൾ വേക്കപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റോറി എല്ലാം കൂടെ ക്യാച്ച് തീർക്കാൻ പറ്റത്തില്ല. എന്താണ് അതിൻ്റെ റീസൺ? നമുക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ റീസൺ സയൻറ്റിസ്റ്റ് പോലും അത് ക്ലിയർ ആയിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. എന്നാലും പറയുന്ന റീസൺ എന്ന് പറയുന്നത്, സബ് കോൺഷ്യസ് മൈൻഡിൽ ടൈം പോകുന്നതെന്ന് പറയുന്നത് 5x ഫാസ്റ്റായിട്ടാണ്. 5x അതിന് മേലെ ഫാസ്റ്റായിട്ടാണ് അവിടെ നമ്മുടെ ടൈം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭയങ്കര സ്പീഡും അതേപോലെ നമുക്ക് പോസിബിൾ അല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല, ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രീമിൽ നിന്ന് തിരിച്ച് നമ്മുടെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ, നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത് 1x ആണ്, അല്ലെങ്കിൽ നമ്മുടെ റിയാലിറ്റി നമ്മുടെ സമയമാണ്. അപ്പോൾ ആ 5xനെ നമുക്ക് 1x ബ്ലെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ജീവിക്കുന്ന ഒരു 4 ഡയമെൻഷൻ വേൾഡിൽ 3Dയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം എന്നുള്ള രീതിയിൽ കൊണ്ട് തന്നെ നമുക്കത് ഇങ്ങോട്ടേക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ് കോൺഷ്യസ് മൈൻഡ് ഓൾറെഡി നമുക്ക് എല്ലാ കാര്യങ്ങളും കേപ്പബിലിറ്റി ആണ്, അല്ലെങ്കിൽ എല്ലാം ആണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഇതിനെ യൂസ് ചെയ്യാനായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അതായത് ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ടീച്ച് യുവർ മൈൻഡ് ടു ഏൺ എനിത്തിങ് ആൻഡ് ലേൺ എനിത്തിങ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം. അതായത് നിങ്ങൾക്കൊരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ഇൻഡെപ്തായിട്ട് തന്നെ ആഗ്രഹിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം. നിങ്ങൾ സീക്രട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിനകത്ത് ഇത് പറയുന്നുണ്ട്. അതായത് സബ് കോൺഷ്യസ്ലി അല്ലെങ്കിൽ കോൺഷ്യസ്ലി തന്നെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്താണ് നമുക്ക് തരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻഡയറക്റ്റ് മോട്ടിവേഷനാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഒബ്വിയസ്ലി നിങ്ങൾ എന്നെക്കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഞാനിത് ചെയ്തു ഓൾറെഡി എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ചിലർ പറയുന്ന കേൾക്കാം, നിങ്ങൾ ലംബോർഗിനി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് അത് എത്തും. അത് സയൻറ്റിഫിക്കലി പറയുന്ന കേൾക്കണം. ഫിസിക്സിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ടും ഒരു വേവാണ്. ഈ വേവ് രണ്ടും നമ്മൾ ചിന്തിക്കുന്ന ഒരു വേവ്, അതേപോലെ തന്നെ നമ്മുടെ ആഗ്രഹം എന്താണോ ആ ഒരു പ്രോഡക്റ്റിനൊരു വേവ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോഡക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തൊരു ആക്ടിവിറ്റിയോ ലൈഫിലുള്ള സാധനം അതിനൊരു വേവ് ഉണ്ട്. ആ വേവ് രണ്ടും കൂടെ കണക്റ്റ് ആകുമ്പോൾ, അതായത് രണ്ട് വേവ്, ഫിസിക്സ് പഠിക്കുന്നവർക്കറിയാം, രണ്ട് വേവോടെ കണക്റ്റ് ആകുമ്പോൾ അതിൻ്റെ എൻഡ് റിസൾട്ടാണ് നമുക്ക് നമ്മുടെ നീഡ് കംപ്ലീറ്റ് ആയ പോലെ കിട്ടുന്നത് എന്ന് പറയുന്ന ഒരു സ്യൂഡോ സയൻസ് ഉണ്ട്. സയൻസ് എന്ന് ഞാൻ വിളിക്കുന്നില്ല അതിനെ. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾക്ക് റിയലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേറ്റ് ചെയ്യുക, ടോക്ക് ടു യുവർ സെൽഫ്. ആൻഡ് നിങ്ങൾക്ക് റിയലി നിങ്ങളുടെ ഇന്നർ സോളിലെ പൊട്ടൻഷ്യൽ മനസ്സിലാകണമെങ്കിൽ ഞാൻ വിച്ച് ഐ ഡോണ്ട് റെക്കമെൻഡ്, യു ഹാവ് ടു ട്രൈ ദ ലൂസിഡ് ഡ്രീമിങ്. ബിക്കോസ് അവിടെ നമ്മൾ എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യും. നമുക്ക് ഈ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പം ഇനി ഞാനെങ്കിൽ കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ ആ ഒരു ചോദ്യത്തിലേക്ക് വരാം. എന്താണ് നിങ്ങൾ എന്നുള്ള ചോദ്യം, വാട്ട് ആർ യു?
ഈ വാട്ട് ആർ യു എന്ന് പറയുന്നത് എൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് ഇപ്പോൾ നിങ്ങൾ, അതാണ് ഫ്യൂച്ചറിലെ നിങ്ങൾ. അല്ലെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ പാസ്റ്റ്, അതാണ് നിങ്ങളിൽ ഇപ്പോഴത്തെ നിങ്ങൾ എന്നുള്ളതാണ് എൻ്റെ ആൻസർ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പം ഇരുന്ന് എൻ്റെ വീഡിയോ കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു. ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാമാണ് നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ പാസ്റ്റ് ചെയ്ത ഓരോ കാര്യത്തിൻ്റെ റിസൾട്ട് നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടിക്കൊണ്ടിരിക്കും. കർമ്മ എന്നുള്ളൊരു സംഭവമൊക്കെ. ഈ കർമ്മ എന്നൊരു സംഭവത്തെ നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് നമ്മളിൽ തിരിച്ചേൽക്കും. ഇതെല്ലാം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് വരും എന്നുള്ളൊരു സംഭവം. ഇതെല്ലാം എന്ന് പറയുന്നത് ജസ്റ്റ് ഇതിൻ്റെ ഒരു റിലേ ആണ്. ഇപ്പം നമ്മൾ നല്ലത് ചെയ്താൽ മാത്രം നമുക്ക് നല്ലത് കിട്ടണമെന്നല്ല. എന്നാൽ പിന്നെ എത്രയോ, ഞാൻ പറയുന്നില്ല, എത്രയോ അല്ലാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല. സത്യം ലിറ്ററലി കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഇത് കൈൻഡ് ഓഫ് ഒരു റിലീജിയസ് പോലെ ഒരു സംഭവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ പോലെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അധികം ഒന്നും സംസാരിക്കുന്നില്ല. ഓക്കെ, കർമ്മ ഈസ് എ റിയൽ തിങ് എന്നുള്ള രീതിയിൽ വിശ്വസിക്കാനാണ് എനിക്കും താല്പര്യം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇത്രയേ ഉള്ളൂ. ഹൂ ആർ യു അല്ലെങ്കിൽ ഹൂ ഐ ആം എന്നുള്ളൊരു ചോദ്യത്തിന് ആൻസർ എന്താണ് നിങ്ങളിപ്പോൾ, അല്ലെങ്കിൽ എന്തായിരുന്നു നിങ്ങൾ പാസ്റ്റിൽ എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ എന്താണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്കൊരിക്കലും ടൈം ട്രാവൽ ചെയ്തിട്ട് ബാക്കിലേക്ക് പോയിട്ട് നമ്മുടെ പാസ്റ്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ ഇഫ് യു വാണ്ട്, അത് ശരിയാകത്തില്ല. ഇപ്പം നമുക്കറിയാം കുറേ അല്ലാതുള്ള ഹൈപ്പോത്തറ്റിക്കൽ തിയറീസ് ഉണ്ട് വിച്ച് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ എ റിയൽ ഫിസിക്സ് വേൾഡ്. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അല്ലാതുള്ള ബൂസ്റ്റർ പാരഡോക്സ് പോലെയൊക്കെ നിങ്ങൾ ഡാർക്ക് ഒക്കെ കണ്ട ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും. അതേപോലുള്ള തിയറിറ്റിക്കലി നമുക്ക് കാര്യങ്ങളൊക്കെ പറയുമെങ്കിൽ പോലും അത് പോസിബിൾ അല്ലല്ലോ. അങ്ങനെ ആണെങ്കിൽ പോലും നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും, നമ്മൾ ഇന്നത്തെ നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങൾ എന്ന് പറയുന്നത് ഇന്നലത്തെ നിങ്ങളുടെ അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം കൂടി ചേർന്ന ഒരു എൻഡ് പ്രോഡക്റ്റാണ് ഇപ്പോഴത്തെ നിങ്ങൾ. അപ്പം ഇപ്പോഴത്തെ ഇന്നലത്തെ നിങ്ങൾക്ക് ഇല്ലാത്ത പല ക്വാളിറ്റീസ് ഇന്നത്തെ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ പല ക്വാളിറ്റി ലോസ് നിങ്ങൾക്ക് ഇന്നുണ്ട്. പറഞ്ഞ് മനസ്സിലായില്ലേ? ഇപ്പം ഇനി അതേപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് നിങ്ങളിപ്പോൾ ടൈം ട്രാവൽ ചെയ്യുമെന്ന് വിചാരിക്കുക. ജസ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ ഫിസിക്കൽ ബോഡി മാത്രം നിങ്ങൾ അവിടെ ടൈം ട്രാവൽ ചെയ്യുകയാണ്. പക്ഷേ നിങ്ങൾക്ക് അവിടെ സർവൈവ് ചെയ്ത് മുമ്പോട്ട് പോകാനും ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അവിടെ അഡാപ്റ്റ് ആകാനുള്ള നിങ്ങൾക്ക് ഒരിക്കലും പറ്റത്തില്ല അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ. കാര്യം നിങ്ങൾക്ക് എന്തില്ല, നിങ്ങളിപ്പം ഒരു 25 വർഷം മുമ്പോട്ട് ടൈം ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഈ 25 വർഷം നിങ്ങൾ ജീവിക്കേണ്ട നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഇപ്പോൾ പറയാൻ വേണമെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ വരുന്ന ടെക്നോളജിയിൽ വരുന്ന ഇൻവെൻഷൻ ചിലപ്പം നിങ്ങളുടെ ബോഡി പോലും ആ ഒരു ഏരിയയിലേക്ക് അഡാപ്റ്റായി കാണത്തില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം കോവിഡ് കൊറോണ വൈറസ് പോയതാണോ? ഒരിക്കലും അല്ല. കോവിഡ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം എൻ്റെ എവിടെ പോയെന്നുള്ളത്? COVID-19 ഇപ്പം എന്താണ്, അതില്ലാഞ്ഞിട്ടാണോ? അതെല്ലാം റിഡ് ഓഫ് ചെയ്തുകൊണ്ടാണോ? അതിൻ്റെ വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഒരിക്കലും അല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ആയി പോയതാണ്. ബിക്കോസ് ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ജീവനുള്ളൊരു സംഭവം അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് സർവൈവ് ദ ഫിറ്റസ്റ്റ്. കുറേ പേര് മരിച്ചു പോയിട്ടുണ്ട്. സർവൈവ് ദ ഫിറ്റസ്റ്റ്. അതേപോലെ തന്നെ അഡാപ്റ്റ് ചെയ്യുക, സിറ്റുവേഷനായിട്ട് അഡാപ്റ്റ് ചെയ്ത് ഏതാണോ ഇപ്പം കോവിഡ് നമ്മളിവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള എടുത്താണെങ്കിൽ കോവിഡ് തോൽക്കും, ഇമ്മ്യൂണിറ്റി ഉള്ള ആൾ ജയിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഏതൊരു ഇപ്പം പണ്ടത്തെ ഓരോ അസുഖങ്ങളാണെങ്കിലും എന്താണെങ്കിൽ പോലും അടുത്ത എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. അപ്പം ഹൂ ആർ യു അല്ലെങ്കിൽ വാട്ട് ഐ ആം എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ദ തിങ് വാട്ട് യു ആർ ഡൂയിങ് നൗ ദാറ്റ് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് യുവേഴ്സ് എന്നുള്ള ആൻസറാണ്. ഓക്കെ, അപ്പം ഓരോ കാര്യങ്ങളും നിങ്ങൾ ഓരോ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും എല്ലാം ക്ലീൻ ആയിട്ട് നിങ്ങളുടെ ടൈം നിങ്ങൾ കളയാതിരിക്കുക. ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.